റെഡി മണിയിട്ടാണ് നിൽക്കുന്നത്. കൂന്തളാണ്, കൂന്തൾ. അതുപോലെ ചക്കയൊക്കെ മുറിക്കാൻ വേണ്ടല്ലോ, ഒരു കുരു മുറിയില്ല. അല്ലി ചേച്ചിയുടെ ഇപ്പൊ 3 പാചകം കണ്ടേല് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാ സിമ്പിൾ ആണല്ലോ അതും. പോയി ചാടിപ്പോയി. അന്ന് ജഗ്ഗുന്റെ അടുത്താണ് കൂടുതൽ അണക്കായേ ആയിരുന്നേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് തൃശ്ശൂർ മറ്റത്തെ അല്ലി ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവരൊക്കെ പാചകത്തിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടാ. ഇത് സരിത, പിന്നെ അല്ലി ചേച്ചി, അവർ സഹായികള് റെഡി മണിയിട്ടാണ് നിൽക്കുന്നത്. നമ്മളില്ലേ ഇനി ചെയ്യാൻ പോകുന്നത് കൂന്തളാണ്, കൂന്തൾ. അല്ലി ചേച്ചിയുടെ സ്വന്തം റെസിപ്പിയാണ്. കൂന്തൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂന്തൾ ഇതേ ഇത് തന്നെ സെയിം ചെമ്മീനും കൊണ്ടാണ് കൂടുതൽ ഇവിടെ ചെയ്യാറ്. കൂന്തള് നിങ്ങൾ പറഞ്ഞതിന്റെ ഇതൊക്കെ ആയിട്ട് ഞാനൊന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ്. വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതെല്ലാം വീണ്ടും ഒരു എളുപ്പപ്പണി തന്നെയാണ് കേട്ടോ. കൂന്തള കഴുകി വൃത്തിയാക്കി ഒരു അര കിലോന്റെ വട്ടം വട്ടാണ്, റിങ്സ് ആണ് അല്ലേ, റിങ്സ് ഇതുപോലെയാണ് അരിഞ്ഞേക്കണേ. ഇനി അതിലേക്ക് സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ചിട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പച്ചമുളക്, ഉപ്പ്. തീ കത്തിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ ആ ഉരുളിയിലേക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കാണ്. പിന്നെ അതേ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് കാശ്മീരി മുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കുറവ്. മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടാ. മല്ലിപ്പൊടി ഇട്ടു. ഇത് മുഴുവനുള്ള പെരിഞ്ജീരകം, നമ്മൾ ഇവിടെ പൊടിച്ച നമ്മുടെ ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി, കറിവേപ്പില. അടുത്തായിട്ട് വേപ്പില ഇട്ടു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ആക്കാം. ഇത് ചെമ്മീൻ ഇങ്ങനെ ചെയ്യാനും ചെമ്മീനാണ് കൂടുതൽ ചെയ്യാറ്. കൂന്തലേക്കാളും കുറച്ചുകൂടി നല്ലത് ചെമ്മീൻ തന്നെയോ ടേസ്റ്റ്. ചെമ്മീനും ഇങ്ങനെ ചെയ്യാട്ടാ. ഇതിന്റെ പേരെന്തുട്ടാ? പ്രത്യേകിച്ചൊരു പേരൊന്നും ഇല്ല. ഒരു ഫ്രൈ പോലെ വരും. ഗ്രേവി ഒന്നുമില്ല, ഡ്രൈ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ. വെറുതെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് കഴിക്കണേക്കാളും കുറച്ചുകൂടി നല്ല കുറച്ച് ചൊറുക്ക വേണം കേട്ടോ. കുറച്ച് ഉറക്കം ഒഴിക്കുന്നുണ്ട്. ഒഴിക്കാം, അല്ലെങ്കിൽ 2 കഷ്ണം കൊടപ്പുളി ഇടാം. എന്താ വേണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. കൊടപ്പുളിയും ചൊറുക്കാവും ഇതിലേക്ക് കുറച്ചുകൂടി നല്ലത്. മീനല്ലേ, അപ്പോൾ ഇതിൽ വേറെ പണിയൊന്നുമില്ല. വേറെ പണിയൊന്നുമില്ല അല്ലേ. തീ കത്തിക്കുക. എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മളിനി തീ കത്തിക്കും. ഇനി മൂടി വയ്ക്കും. വെള്ളം വരണം, അതൊന്ന് വേവണം, വറ്റണം. ആദ്യം കുറെ നേരം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വേവിക്കില്ല. അപ്പൊ അല്ലെങ്കിൽ റബ്ബർ പോലെയാവും. അതെ ശരിയാ. ഇത് കുറച്ച് നേരം എടുക്കും. അപ്പൊ അതേ മൂടി വയ്ക്കുന്നു കേട്ടാ. ഇത് നമ്മുടെ അല്ലി ചേച്ചിയുടെ അമ്മയാണ് കേട്ടാ. അല്ലി ചേച്ചി കിട്ടിയേക്കണ കൈപ്പുണ്യ അമ്മയുടെയാണെന്നാണ് പറയണത്. ശരിയായിരിക്കും. അടിപൊളിയാ പാചകത്തില്. എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് പറയാറുണ്ടാ? കൂടുതൽ പേർക്കൊക്കെ വെക്കാറുണ്ടാ? അതായത് നമ്മുടെ വീട്ടിലൊക്കെ കുറെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ അല്ല, ഞാൻ മുന്നത്തെ കാര്യം ചോദിക്കണേ. ഇപ്പഴൊക്കെയല്ല, ഇപ്പൊ വയ്യാണ്ടായി. മുമ്പൊക്കെ നമ്മള് പുറത്തൊന്നും വാങ്ങിക്കല് കുറവല്ലേ, വീട്ടിൽ തന്നെയല്ലേ ഒക്കെ ചെയ്യാം. അപ്പൊ അമ്മേനെ ചെയ്യാറില്ല. എന്റെ അമ്മയുടെ കിട്ടിയതാണ് എനിക്ക്. അതെ, അതാ നേരെ മകൾക്ക്. മമ്മിയുടെ അമ്മ, മമ്മിയുടെ ചേച്ചിയുടെ 2 പെൺപിള്ളേരുണ്ട്. അവരൊക്കെ നല്ലോണം മമ്മിയുടെ പാചക റാണിമാരാണ്. അത്യാവശ്യം അവരൊക്കെ ചെയ്യും. അങ്ങനെ കിട്ടിയേക്കണ ഒരു ചെറിയ കഴിവ് തന്നെയാണ് നമുക്ക്. ചാലക്കുടി മമ്മിയുടെ അമ്മ ഇപ്പുറത്തേക്ക് വരാണെ മൈക്കി കൂടെ സൗണ്ട് കിട്ടാ, അല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല. അതല്ല, ഞങ്ങള് ശരിക്കും തൃശ്ശൂർക്കാരാണ്. ചാലക്കുടിയില് ഡാഡിക്ക് ജോലിയായിട്ട് ഇവിടെ താമസിച്ചതാണ്. മമ്മിയുടെ അമ്മ വല്യമ്മ എന്ന് പറയും. ഞാൻ കല്യാണം കഴിച്ചല്ലമ്മയൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തി അവസാനം കുക്കായിരുന്നു. അങ്ങനെ വെറൈറ്റി കുക്കിംഗ്. ആളുടെ ശരിക്കും ഒരു പുസ്തകം തന്നെയുണ്ട്, പക്ഷെ അതിപ്പോ തപ്പിട്ട് കാണാനില്ല. അപ്പൊ
അപ്പൊ ഞങ്ങൾ ഈ കാറ്ററിംഗിലേക്ക് വന്നതിന് ഞാൻ കുറെ കാലമായി തപ്പണു. ആള് കറക്റ്റ് റെസിപ്പികളൊക്കെ എഴുതിട്ട് പണ്ടത്തെ പണ്ട് പക്ഷെ അത് മമ്മിയുടെ അമ്മ പണ്ട് കാലത്ത് കേക്കൊക്കെ നമ്മൾക്ക് കേക്കൊക്കെ ഇപ്പോഴല്ലേ ഭയങ്കര കോമൺ ആയി പോലെ അന്ന് ഉണ്ടാക്കുമായിരുന്നു കേക്കൊക്കെ, പുഡിങ്. പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കറി നമ്മള് വെക്കേഷനൊക്കെയാണ് അവിടെ പോയി നിക്കുക. അപ്പൊ ഇന്നൊരു കറി വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ സാധനം മേശേമ ഉണ്ടാവും. പക്ഷെ ആ സാധനമാണ് നമ്മൾ കഴിക്കണേന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. അത് വേറൊരു രൂപത്തിലേക്ക് മേശേമയിലേക്ക് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ അറിയുന്നില്ല, അത് ആ സാധനമാണ് കഴിക്കണേന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയും കറക്റ്റ്. അതുപോലെ ചക്കയൊക്കെ മുറിക്കാൻ വേണ്ടല്ലോ, ഒരു കുരു മുറിയില്ല. അതെങ്ങനെ അങ്ങനെ മുറിച്ചെടുക്കണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വെള്ളമില്ല. ആളുടെ ഇപ്പൊ ഇവരൊക്കെ എപ്പോഴും പറയുന്നവർക്ക് ഇറച്ചി വരട്ടിയത്, നമ്മുടെ ബീഫ് ഫ്രൈ ഇല്ലേ, അത് വേറെ രീതി ഒരു വളരെ കനം കുറച്ച് അരിഞ്ഞ് ഇവരെല്ലാം എപ്പോഴും പറയുന്ന ടേസ്റ്റ്. പക്ഷെ ഞാൻ കുറെ കാലം ഈ റെസിപ്പി അത് അങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ പോയി വീട് ആങ്ങളെ ഉണ്ടായിരുന്നു, ആങ്ങളയുടെ ഭാര്യ. ഇതിപ്പോ ഇന്നാള് കഴിഞ്ഞ ആഴ്ച ചോദിച്ചു ആളെ കണ്ടു കഴിഞ്ഞപ്പോ, അപ്പൊ ആള് പറഞ്ഞ ആള് പരമാറിയ സമയത്ത് എവിടേക്ക് പോയിരുന്നത് കാണാനില്ല. ഇതൊക്കെ അമൂല്യമായ നിധികളാണ്. അത് എഴുതി എല്ലാ റെസിപ്പിയും. പിന്നെ അന്നൊക്കെ മക്രോൺസ് അങ്ങനത്തെ സാധനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പുസ്തകം. പണ്ട് നമ്മൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയില്ലാത്തൊരു സമയമാണ്. അതിലെല്ലാം റെസിപ്പി, അതുപോലെ ഈ കരിമീൻ ബുക്കിലുണ്ട് മക്രോൺസ്, അതുപോലെ കരിമീൻ. പറഞ്ഞ പോലെ എപ്പോഴും നാടൻ സാധനങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അത് ഇപ്പൊ എന്റെ അമ്മയൊക്കെ പണ്ട് കുക്ക് ചെയ്യുന്നു, പക്ഷെ പുള്ളിക്കാരത്തി കുറെ കാലം ചെയ്യാനൊക്കെ മറന്നുപോയി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചമ്മന്തികൾ പറഞ്ഞു ചോദിക്കുമ്പോൾ ഇതൊക്കെ പണ്ട് ഞങ്ങളോട് ഇവിടുത്തെ അമ്മച്ചി നല്ലോണം ചെയ്യുന്ന ആൾ തന്നെയാണ്. അതൊക്കെ ഇപ്പൊ ചോദിക്കുമ്പോ ആൾക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മയുടെ അമ്മയും നല്ലോണം കുക്കായിരുന്നു. ചെമ്മീനൊക്കെ വേവിക്കുമ്പോ അതിന്റെ ഒപ്പം നല്ലോണം വെള്ളം വരും. കൂന്തൽ വേവിക്കുമ്പോ അത്ര അങ്ങോട്ട് വെള്ളം ഉണ്ടാവില്ല. ഒരു വെള്ളം, ചൂടുവെള്ളാണോ? കുറച്ച് ചൂടുവെള്ളം ചേർക്കാം, കുറച്ച് മതി. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മമ്മിയുടെ റെസിപ്പി ചെയ്യായിരുന്നു. ഒരു നാടൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോ എന്തെങ്കിലും കൊണ്ടുപോയത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പ്രസവിച്ച് കിടക്കണ സമയത്ത് മമ്മിയുടെ അമ്മ വീട്ടില് സഹായത്തിന് വന്ന് നിന്നേ. അപ്പൊ മമ്മിയും മോളും കൂടി, ഈ മമ്മിയും ആ മമ്മിയും കൂടിയിട്ട് കഴിക്കണം. അപ്പൊ കരിമീൻ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ മമ്മി വേഗം കരിമീൻ ഇങ്ങനെ ഇട്ട് വഴറ്റാൻ സബോള ഇങ്ങനെയല്ല വെക്കുക. സബോള ആദ്യം എടുത്ത് ഒരു ഇച്ചിരി വട്ടമുള്ള ഒരു കുഴിയുള്ള പാത്രം കൈകൊണ്ട് ഞരടി പകുതി വേവ് സബോളയുടെ അവിടെ വരണം കൈകൊണ്ടാക്കിയിട്ട്. അങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങൾ അന്നൊന്നും നമ്മളിങ്ങനെ ചെയ്യണ ഒരു ഇതൊന്നും അത് കൈകൊണ്ട് തന്നെ തരുമ്പോ. എന്നിട്ട് അടുപ്പത്തേക്ക് വെക്കുള്ളൂ, വഴറ്റാൻ തുടങ്ങുള്ളൂ അല്ലേ? അതിനൊക്കെ അതൊരു പറയുമ്പോ അത് എങ്ങനെയാ പറയുന്നത്, ആ ടേസ്റ്റ് ഒക്കെ നമ്മുടെ വായിൽ ഇപ്പോഴും നിൽക്കുക. നമുക്കത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കറികൾക്ക് എന്നോട് പറയേ ഇത് വലിയമ്മി എന്നാണ് എല്ലാരും ഇനിയിപ്പോ വലിയമ്മീനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതല്ല, പ്രത്യേക കഴിവായിരുന്നു. ആളുടെ കൂടെ നിന്നിരുന്ന ഒരു ചേട്ടൻ ആളുടെ കൂടെ നിന്ന്, അവിടെ പണ്ടെന്ന് പണിക്ക് ആളുണ്ട്, ഒരു കുഞ്ഞിപ്പല്ലേട്ടന്. ആ ചേട്ടൻ കൂടെ നിന്ന് പലഹാരം എല്ലാം ചെയ്യും. അതൊക്കെ അന്ന് കാലത്ത് ജിലേബി, ലഡു, അലുവ എത്ര ചെറുതായിരിക്കുമ്പോഴാണെന്ന് ആലോചിച്ചു. ആ സമയത്ത് അതൊക്കെ ചെയ്യും. അപ്പൊ അത് അങ്ങനത്തെ സാധനങ്ങൾ ആ ചേട്ടൻ അവിടെ ചാലക്കുടി ഞങ്ങൾ ചാലക്കുടിയിലാണ്. പക്ഷെ ഞങ്ങൾ ശരിക്കും തൃശ്ശൂർക്കാരാണ്. ഡാഡി മമ്മിയുടെ അപ്പൻ അവിടെ ഇതില് വക്കീലായിരുന്നു, കോടതിയില്. അപ്പൊ അങ്ങനെയായിട്ട് അവിടെ താമസാക്കി. ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്? എടപ്പള്ളിയാ? കാക്കനാട്. ചിറ്റലപ്പള്ളി സ്ക്വയർ ഇല്ലേ? അറിയില്ല. കാക്കനാട് ഭാരത് മാതാ കോളേജ് ഇതിന്റെ പോലത്തെ മറ്റേ സ്ഥലമല്ലേ നമ്മുടെ വീഗാലാൻഡ് ഒക്കെ മറ്റേ കൊച്ചേപ്പ് ചിറ്റലപ്പള്ളിയുടെ സ്ഥലമാണ് ഈ ചിറ്റലപ്പള്ളി സ്ക്വയർ എന്ന് പറയുന്നത്. അത് പുതിയത് എറണാകുളത്ത് തുടങ്ങിയിട്ടുള്ള അടുത്താണ് അല്ലേ? അവിടെ ഫ്ലാറ്റ്. ഇപ്പോഴും അടുക്കളയിൽ വലുതൊക്കെ ചെയ്യാറുണ്ടോ? വല്ലതും അല്ല, അത്യാവശ്യം ചെയ്യും. കാലുമുട്ട് സമ്മതല്ല, ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പൊ മമ്മീനെ ഒന്ന് കാണിച്ചു തന്നു മാത്രം. ആള് റെസ്റ്റ് എടുത്തോട്ടെ, ആൾക്ക് നിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടേ, കാല് മുട്ട വേണ്ടിട്ട്. കൂന്തല് കഴിക്കാറുണ്ടോ? കഴിക്കും. ചൂടല്ലേ? എരിവുണ്ട്, ചൂടുണ്ട്. പോയാ ചൂട്.
വെന്തു. ഇത് മതി, ഇത് വറ്റി കഴിഞ്ഞു. ഇപ്പുറത്ത് ചട്ടി ഇതിനെ വരട്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിന്റെ വെച്ചേട്ടാ, അല്ലാന്ന് അടിയെ പിടിക്കും. ഇത് മറ്റത് വരളണ പോലെ ഇത് വരലില്ല. ഇത് ഓഫാക്കാണ് കേട്ടോ. അല്ല ഇരുണ്ടല്ലേ, ഇരുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം വേണല്ലേ? ഒഴിക്കേണ്ടി വരും. വെളിച്ചെണ്ണ ഉണ്ണി ഒഴിക്കേണ്ടി വരും. ഇതൊക്കെ ഇതിന്റെ മണം വന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തിന്നില്ല, ചിക്കൻ്റെ ആളാണ്. ആ, അതിലേക്ക് ഉണക്കമുളക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില, വേപ്പിലിട്ടു. ഒന്നും ചെയ്യാനില്ല, ഇത് അതിൽ കിടന്ന് വലിയ അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. ആ, ഇത് കുറെ സമയം പിടിക്കും ഇങ്ങനെ വരട്ടി? കുറച്ച് ഇല്ല, വേഗമാവും. അയ്യോ, ചെമ്മീനാണ് കുറച്ചും കൂടി സമയം എടുക്കുക. ഇത് വേഗം ഇതാവുണ്ട്, ഇന്നലെയൊക്കെ ചെയ്തപ്പോഴേക്കും വേഗം ആയില്ലേ? ഞാൻ ഇന്നലെ ചെമ്മീൻ ചെയ്തത് അവിടെ ഉണ്ടാവും. അതൊന്ന് അവർക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ല പള്ളിയിലേക്ക് ഉണ്ടായിരുന്നു. ആ ചെമ്മീൻ്റെ കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ടോ. എല്ലാവർക്കും കൂടി ഉച്ചയ്ക്ക് എടുക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ എടുത്തു കഴിഞ്ഞ് ബാക്കി അതുകൊണ്ട് എടുക്കാൻ. ചെമ്മീൻ കുറച്ചുകൂടി നല്ല, കുറച്ചുകൂടി രസമായിട്ട് തോന്നിയത് ചെയ്തു. ചെമ്മീൻ പിന്നെ നമ്മൾ ഇടയ്ക്ക് ചെയ്യണത് അങ്ങനെ ഓർഡർ ഉണ്ടാവും ഇടയ്ക്കൊക്കെ. സാധാരണ നമ്മളെപ്പോഴും കാണാം ചെമ്മീനും തേങ്ങക്കൊത്തും ഡ്രൈ ആയിട്ട് പ്രിപ്പറേഷൻ അങ്ങനെയല്ല. ഇതും പിന്നെ സബോളയും സാധനങ്ങളൊക്കെ വഴറ്റി അത് റോസ്റ്റ് ആക്കി. ഇത് കൂടുതലും ഈ കൂന്തലൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്, റോസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലി ചേച്ചിയുടെ ഇപ്പൊ 3 പാചകം കണ്ടതില് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് എല്ലാതും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല, ആർക്കും ചെയ്യാം. ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ചെയ്യാം. അല്ല, നമ്മൾ വീട്ടിൽ ഞാൻ യൂട്യൂബൊക്കെ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വേഗം ചെയ്യാൻ പറ്റാവുന്ന ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ശരിയാ, അങ്ങനത്തെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഡിമാൻഡ് കൂടുതല്. എരിവ് പോയില്ലേ? ഇളക്കാം, വെറുതെ നിക്കല്ലേ, ഇളക്കിക്കൊണ്ടിരിക്കണ പോരെ. എണ്ണ ഒഴിക്കാം നമുക്ക്. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടാ. ഇതിന്റെ കൂടെ തേങ്ങക്കൊത്തിട്ടാലും രസം ഉണ്ടാവും. ഉണ്ടാവും, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. സബോള ബാക്കിയുള്ളതോ അതിനിടോ? ഇല്ല, മതി, അത്രയും മതി. അതെല്ലാം കൂടി കൂട്ടി തിരുമ്പി അങ്ങനെ വെക്കലാണ്. പിന്നെ അത് നമ്മൾ തട്ടുകടയിലൊക്കെ പോലെ കഴിക്കാനാണെങ്കിൽ മുകളിൽ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് കഴിക്കാം. വലിഞ്ഞെടുക്കാം. മൂടി വെച്ച് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ഡ്രൈ ആവുമ്പോൾ ആവണം. ഇനി ഡ്രൈ ആവണം കേട്ടോ, അപ്പം മൂടി വെച്ചു. ഒരുപാട് ഡ്രൈ ആവണ്ട. ഇത് ചെമ്മീൻ്റെ അത്ര ഡ്രൈ ആവില്ല തോന്നുന്നു. ആവില്ല, ആയാലും പിന്നെ ഇങ്ങനെ ഭയങ്കര കടിക്കുമ്പോ മുറിയില്ല, റബ്ബർ പോലെയാവും. ഇത് ഓവർ കുറെ കുക്കായി കഴിഞ്ഞ ഓവർ കുക്കായി കഴിഞ്ഞ എന്താടാ. ഞങ്ങൾക്ക് ഇതുപോലെ ഒരാൾ വേറൊരെണ്ണം ചെറുത് ഒരു പൂച്ചയുണ്ട്, ഒരു സാധാ പൂച്ചയാണ്, ഭയങ്കര അടുപ്പാണ്. ഞങ്ങളുടെ കൂടെയൊക്കെ അടുപ്പൊക്കെ പോയാ അവിടെ അടുക്കളയിൽ ഇപ്പൊ പോകുന്ന എൻ്റെ ഒപ്പം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാരും പോയപ്പോ ഭയങ്കരമായിട്ട് കൂടി സ്നേഹം, നമുക്ക് അങ്ങോട്ട് കൂടി. നമുക്ക് നേരം പോണ്ടല്ലേ. ഇതാണ് ഞങ്ങളുടെ ആള്. പോയി ചാടിപ്പോയി. ഭയങ്കര ബുദ്ധിയായിന്. ഇതേ ഇപ്പൊ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഇനി അല്ലാതെ വരട്ടണ്ട, അതിങ്ങനെ റബ്ബർ പോലെ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അവസാനിപ്പിക്കാം. കട്ടി ഉള്ള തേങ്ങാപ്പാലാണ്. ചെമ്മീനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ കുറച്ചുകൂടി അല്ല നല്ലതാ. അത് സാധാരണ അല്ലെ ഇങ്ങനെ വറുത്ത് തിന്നണേക്കാളും കുറച്ചിങ്ങനെ ഒരു ഇതായിട്ടിരിക്കുന്ന കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. പിന്നെ എറണാകുളത്തൊക്കെ ആ ഭാഗത്തൊക്കെ വെക്കുന്ന ഒരു വെപ്പുണ്ട് ചെമ്മീൻ്റെ. വെറുതെ ചുവന്നുള്ളി ഉണക്കമുളകും ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ആ ചെമ്മീൻ അതിലിട്ടിട്ട് ഇതുപോലെ വലിച്ചിടും. അപ്പം ഡ്രൈ എന്നാൽ വറക്കൂല, എന്നാൽ
വറുത്ത പോലെ ആവൂല, എന്നാ വറുത്ത പോലെ അങ്ങനത്തെ ഒരു ഫീല് വരും. നല്ല രസം അത്. ഞാനൊക്കെ പഠിച്ചേക്കണ എറണാകുളത്താ. അപ്പൊ അവര് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കുട്ടികള് ചോറിനെ കൊണ്ടുവരില്ലേ, നല്ല രസം അതിന്. വെറുതെ ഉണക്കമുളകും ചുമന്നുള്ളി മാത്രം. നല്ല രസം അത്. പിന്നെ അവിടെ എല്ലാ കറിയിലും ഈ ലാറ്റിൻസ് ആണ് അവിടെ കൂടുതലുള്ളത്. അപ്പൊ അവര് എല്ലാ കറിയിലും പച്ചക്കറി എന്ന് പറഞ്ഞാൽ പയറ്, വെണ്ടക്കായ, അങ്ങനത്തെ എല്ലാ സാധനത്തിലും ഈ ചെറിയ ചെമ്മീൻ പച്ച അങ്ങനെ ഉള്ളിട്ടുണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റ് അത് കഴിക്കണേ. ശരി. ആ നാളികേര പാൽ ഒഴിച്ചതൊക്കെ വറ്റി വന്നു കേട്ടാ. പറ്റിയാ മതി. അത് തന്നെ. ഇതിപ്പോ ഇങ്ങനെയാണ് ഇരിക്കുക ഈ കറി. പെട്ടെന്ന് കഴിഞ്ഞു. കുറച്ച് വേപ്പിൻ്റെ ഇടണം. അപ്പൊ പിന്നെയും പറയുന്നു, ഇത് ചെമ്മീൻ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടാ. അപ്പൊ ഇനി വീട്ടിലെ ചെമ്മീൻ വാങ്ങിക്കുമ്പോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും. ചെമ്മീൻ കൂന്തളും ചെയ്തോ. ഞാൻ എന്തായാലും ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ചെയ്തു നോക്കും. നല്ലതാ. ഇത് തീ ഓഫ് ചെയ്യാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെയായി സംഭവം. പരിപാടി കഴിഞ്ഞു. നോക്കണം. ഒരു സ്പൂൺ അതിലുണ്ടാവും അല്ലേ? അങ്ങനെ ഇരിക്കണം. ഉപ്പ് നോക്കട്ടെ കേട്ടാ. തരി എടുത്തു. ഉപ്പ് നോക്കട്ടെ. സ്പൂൺ വേണം. ചൂടെന്ന് പറഞ്ഞ നേരത്തെ ഇല്ല, കൈ കൊണ്ട് നോക്കാൻ കുഴപ്പമില്ല. ഉപ്പും തരുമോ? ഞാൻ ചൂടാറിയിട്ട് തന്നെയാ കഴിക്കാറുള്ളൂ. ദേ വരുന്ന ആള് ചൂടോട് കൂടിയിട്ട് വായിലിട്ടിട്ട് വായ പൊള്ളിക്കുന്ന ആളാണ്. ഞാനേ അവിടെ ഇരിക്കുന്നു. ഭയങ്കര രസം അവിടെ ഇരിക്കാനുണ്ട്. ആ ഫാൻ്റെ അടിയിൽ പിന്നെ മറ്റേ നമ്മുടെ പഴയ ചാരുകസാരി, ഇവിടുത്തെ കൊല്ലങ്ങൾ പഴക്കമുള്ള ചാരുകസാരി പോലെ ഇങ്ങോട്ട് കാറ്റ് നല്ല മതിയോ? പാചകം കഴിഞ്ഞില്ല. ഇപ്പൊ കൂന്തള് ഞാൻ പിന്നെ ഇടപെടാണ്ട് അറിയും. ഇവരുടെ പ്ലാനുകളൊന്നും തെറ്റണ്ടാച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. നല്ല ചൊടിയുള്ള സാധനം. ചോറിലേക്കൊക്കെ കഴിക്കത് ഒരു കുഴമ്പ് പരിവായതുകൊണ്ടേ ചോറിലേക്ക് തന്നെയാ നല്ലത്. വെറുതെ കഴിക്കുക. അങ്ങനെ അല്ലി ചേച്ചിയുടെ മൂന്നാമത്തെ റെസിപ്പിയും സൂപ്പർ. എനിക്ക് ഈ സാധനം അത്രയ്ക്ക് ഇഷ്ടമില്ല. സരിതിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് കൂന്തള് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ കഴിക്കാറില്ല, അതുകൊണ്ട് വാങ്ങിക്കാറില്ല. ഈ സാധനം റബ്ബർ പോലെ ആയിട്ടില്ല ചേട്ടാ. അത് ഫ്രൈ ആക്കുകയാണെങ്കിൽ റബ്ബർ പോലെ ആവും. ഇതിനൊക്കെ അല്ല, പണ്ടൊക്കെ നമ്മള് ഇങ്ങനെ, എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. എന്റെയൊക്കെ അറിവ് അങ്ങനെയാണ്. ഇവിടെ മമ്മിയൊക്കെ അങ്ങനെ കാണണ കുക്കറിലടിക്കും, എന്നാലും വേവുള്ളൂ. ചെമ്മീനൊക്കെ കുക്കറിൽ വിസിലടിപ്പിക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ യൂട്യൂബിലൊരു ഷെഫാണ് പറഞ്ഞത്, ഇതിനൊരു 4 മിനിറ്റ് ചെമ്മീൻ ഇത് കൂടുതൽ വേവിച്ച അത് റബ്ബർ പോലെയാവും. ഇന്ന് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഒരു കോഴിക്കോട് നിന്നുള്ള അബേദ റഷീദ് എന്ന് പറഞ്ഞിട്ടൊരു മാഡത്തിന്റെ ഇത് കണ്ടപ്പോ ഇന്ന് അവര് മീനല്ല ചെമ്മീൻ ഫ്രൈ ചെയ്യണമായിരുന്നു. അപ്പൊ അത് എന്തോ ഒരു മസാലപ്പൊടിയുടെ ഇതും കൂടി ചേർന്നിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവര് ഇത് തന്നെ പറയണമെന്ന്. ടെസ്റ്റ് കഴിക്കണ്ടേ? എരിവല്ലേ? അങ്ങനെ പറയാൻ മാത്രം എരിവില്ല. അപ്പൊ ചോറി കൂടെ കഴിക്കുമ്പോ പ്രശ്നമില്ലേ? അത് തന്നെ കഴിച്ച കാരണം ഞങ്ങൾക്ക് പക്ഷെ എരിവ് കുറവാ. അതെ, ഞങ്ങള് മൊത്തത്തിൽ എരിവ് കുറവാ. അപ്പൊ ഇന്നത്തെ പാചകം കഴിയൂടെ? ഞാൻ സരിതേനെ പിടിച്ചു വലിച്ചു കൊണ്ടോണേ. അതെ, ഇവന് വന്നപ്പോഴും കുഴപ്പമില്ല. അന്ന് ജഗ്ഗുന്റെ അടുത്താണ് കൂടുതൽ അണക്കായി ആയിരുന്നേ. ഇവരെ പരിചയം ഉണ്ടല്ലേ നിനക്ക്? ടോബി 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 ഞാൻ കഴിക്കണം. അജിത്ത് ചായ കുടിക്കില്ല അല്ലേ? മധുരട്ടില്ല ചേട്ടാ, അപ്പൊ ഞങ്ങള് വൈകി പോയി വരാനായിട്ട്. എല്ലാം ഇനിയും ചെയ്യായിരുന്നു. പുറത്ത് മാന്തൂല്ലേ? മാന്തൊന്നുമില്ല, കൈ വെച്ച് നിക്കൂല്ലേ? സ്നേഹപ്രകടനം. അപ്പൊ എല്ലാ സാധനങ്ങളും വളരെ നന്നായി. അപ്പൊ ഞങ്ങൾ ഇവിടെ നീങ്ങാണ്. അപ്പൊ നിങ്ങൾക്ക് അല്ലി ചേച്ചിയുടെ കൈപ്പുണ്യൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉച്ചക്ക് ചോറുണ്ടപ്പോ കാബേജിന്റെ അല്ല കോളിഫ്ലവറിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കോളിഫ്ലവർ ആണെന്നേ മനസ്സിലാവില്ല. കഴിക്കുമ്പോഴും വേറെ ഒരു ടേസ്റ്റ്. സാധാരണ കോളിഫ്ലവർ കഴിക്കുന്ന ടേസ്റ്റ് അല്ല. പിന്നെന്തിട്ടായിരുന്നു?
പുളിശ്ശേരി വെറ്റിച്ചത്, അത് മോരുകറി ഇവരെ പോലെ. അത് ഏതാണ്ട് നമ്മൾ വെക്കാറുള്ള മോരും കുമ്പളങ്ങയും കൂടി വെക്കണതിൻ്റെ പോലത്തെ ടേസ്റ്റ് തന്നെ. പിന്നെന്തിട്ടെന്നറിയോ വെറൈറ്റി സാധനം കണ്ടത്? മറ്റേ കൊഴുവയുടെ അതിൻ്റെ ഒരു ഫ്രൈ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധനം ഉണ്ട്, മെയിനായിട്ട് അന്ന് നമുക്ക് കമൻസ് വന്നത് അതായിരുന്നു, പിണ്ടിയുടെ അച്ചാറ്. പിണ്ടി അത് ഇല്ല, അത് പിന്നെ അതിൽ വേറെ ഒരു പ്രത്യേകത ഇല്ല സരിത. സാധാരണ നമ്മൾ സാധനങ്ങളൊക്കെ ഉപ്പിലിടില്ലേ, എങ്ങനെയാണോ ഇപ്പൊ നെല്ലിക്ക, മാങ്ങ, പക്ഷെ കൂടുതൽ ദിവസം ഒന്നും ഇട്ട് വെക്കാൻ പറ്റില്ല. ഒരു ഞങ്ങളിപ്പോ എന്താ വെച്ചാൽ പരിപാടി ഇപ്പൊ നാളെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇന്നലെ തലേദിവസം ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി മുന്നേ. ഭയങ്കരമായിട്ട് പിണ്ടിയിൽ വേഗം ഉപ്പ് പിടിക്കും. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ല, ഇല്ല, നേരത്തെ ഇട്ട് വെക്കേണ്ട കാര്യമില്ല. പിന്നെ അതല്ല, ഇപ്പൊ 2-3 ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആ ക്രിസ്പിനെസ് അങ്ങോട്ട് പോകും. അപ്പൊ ഇങ്ങനെ ഒരു വാടിയ പോലെ ഇരിക്കും അത്. അപ്പൊ അത് ഒരു 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേദിവസം ഇട്ടാലും ഉപ്പ് പിടിക്കും. അപ്പൊ സാധാരണ എങ്ങനെയാണോ നമ്മൾ സാധനങ്ങളൊക്കെ ഉപ്പിലിടുക, ഇങ്ങനെ ഇട്ട് വെക്കില്ല. അതിന്റെ കൂടെ ഇത്തിരി ചൊറുക്ക ഒഴിക്കും കേട് വരാതിരിക്കാനായിട്ട്. ചൊറുക്കയും ഉപ്പും കൂടി ഇട്ടിട്ട് അരിഞ്ഞതിലിട്ട് നൂല് കളഞ്ഞ് ഉപ്പിലിടും. പിറ്റേ ദിവസം അതെടുത്തിട്ട് അതിന്റെ കൂടെ സബോള അരിഞ്ഞതും, ചുവന്നുള്ളിയാണ് വേണ്ടത്. ഞങ്ങളുടെ പണിക്ക് എളുപ്പം സബോളയാണ്. അപ്പൊ സബോള, കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത്, ഇച്ചിരി ചുവന്ന മുളക് പൊടി, വെളിച്ചെണ്ണ, വേപ്പില ഇട്ടിട്ട് തിരുമ്പി വെക്കുക. അത്രയുള്ള ഞങ്ങളുടെ സലാഡ് കൗണ്ടർ എന്ന് പറഞ്ഞാല് അങ്ങനെ പയറ് മുളപ്പിച്ചത്, അത് ഇത് ഈ ആൾക്കാർക്ക് തിന്നാൻ പറ്റാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ഈ പിണ്ടി, തിരിഞ്ചമ്പുളി, അങ്ങനത്തെ കഴിക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ. മറ്റേതിപ്പോൾ പയറൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിലെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, പപ്പടം, അതൊക്കെ എല്ലാവരും എടുക്കണ സാധനങ്ങളാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ സലാഡ് കൗണ്ടർ അതാണ്. സലാഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലി ചേച്ചിയുടെ കൈപുണ്യം നേരിട്ട് അനുഭവിച്ചറിയണമെങ്കിൽ ഇവരെ കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചാൽ മതി. എന്തെങ്കിലും പരിപാടികൾ, കല്യാണ വേറെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിയ തൃശ്ശൂർ ജില്ലയും പിന്നെ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിലേക്ക് മാത്രമേ വരുള്ളൂ. കൊറേ കണ്ടമാനൊന്നും എടുക്കില്ല കേട്ടാ. അത് പരസ്യമായിട്ട് പറയണമെന്നല്ല, പക്ഷെ ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. ഇവിടെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും ഇതുവരെ ഇങ്ങനെ ഒരു ഇതുള്ളത്. അപ്പം അങ്ങനെയുള്ള അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഈ ഫോൺ നമ്പർ തരാം കേട്ടാ. അപ്പം പ്രത്യേക ഒരു എന്തൊട്ട് ചേച്ചിയാ പറഞ്ഞ സൂര്യ ആ ചേച്ചിക്കൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് എന്ന് പറഞ്ഞു, സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി. സൂര്യ എന്ന് ഞാൻ തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തൊട്ട് കാണുന്നതാണ്. ജഗ്ഗൊക്കെ കുഞ്ഞിതായിരിക്കും തൊട്ടുള്ള വീഡിയോസ് കാണുന്നതാന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചിക്ക് ഒരു ഹായ് ഇട്ടാ ഞങ്ങളുടെ